ഹായ് നമസ്കാരം. സിലബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റിന്, സെറ്റിന്, കേട്ടറ്റിന്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ GB ഷോനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ജോർജ് ബെർണാഡ് ഷോ. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റിൽ ഇടുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോനെ, ഇപ്പം നമ്മൾ സാധാരണ യൂട്യൂബിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞു വരാറുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് കാണും. അതിൽ കേട്ടറ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പോർഷനിലായിരിക്കും ഈ വീഡിയോസ് മുഴുവൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ വീഡിയോന്റെ അടിയിൽ തന്നെ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ MCQസും PYQസും അതുപോലെ ഇതുപോലെയുള്ള ലെക്ചേഴ്സും, കുഞ്ഞു കുഞ്ഞു ലെക്ചേഴ്സ് ആയിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കണ്ടിന്യൂസ് ലേണിങ്ങിലൂടെ മാത്രമേ ഇൻഫർമേഷനും നോളജും വിസ്ഡവും ലഭിക്കുകയുള്ളൂ. സോ ഈ ഒരു വീഡിയോ കാണുക തീർച്ചയായിട്ടും. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ ഒന്ന് ശ്രമിക്കുക. സോ നമുക്ക് സമയം കളയണ്ട. കണ്ടിന്യൂസ് ലേണിംഗ് ഓൺ പ്രോസസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് TS എലിയറ്റ് ആണ്. എലിയറ്റിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും കേട്ടിട്ടുള്ള പേരായിരിക്കും. അദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു, പ്ലേ റൈറ്റ് ആയിരുന്നു, ക്രിട്ടിക് ആയിരുന്നു, എഡിറ്റർ ആയിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഇസ്രാ പോണ്ടിന്റെ സുഹൃത്തും കൂടിയായിരുന്നു. ഓക്കെ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന 1948-ലാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് മോഡേൺ പോയട്രി എന്നറിയപ്പെടുന്നത്. 1888-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1965 അദ്ദേഹത്തിന്റെ മരണമുണ്ടാവുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ക്ലാസിസിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ, റോയലിസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ആംഗ്ലോ കത്തോലിക് ഇൻ റിലീജിയൻ. ഇത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാക്കാണ്. അദ്ദേഹം ഇതൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ക്ലാസിസിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ, ക്ലാസിക്കൽ മനോഭാവത്തോടു കൂടി എഴുതുന്ന, നമ്മളെ ഷേക്സ്പിയറോ ഡ്രൈഡനെയോ പോപ്പിനെയോ ഒക്കെ പോലെ എഴുതുന്ന ഒരാളായിരുന്നു ടി എലിയറ്റ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. റോയലിസ്റ്റ് ഇൻ പൊളിറ്റിക്സ്, അത് ഡയറക്റ്റ് ഒരു കിങ്ങിനോടുള്ള അറ്റാച്ച്മെന്റ് അല്ല, പക്ഷേ ഈ മോഡേൺ ഒരു അഗ്ലി പൊളിറ്റിക്സിനോടുള്ള ഒരു ഇഷ്ടമല്ലായികയാണെന്ന് മനസ്സിലാക്കാം. പിന്നീട് ആംഗ്ലോ കത്തോലിക് ഇൻ റിലീജിയൻ, അദ്ദേഹത്തിന് പിന്നീട് മനമാറ്റം ഉണ്ടായി, ആംഗ്ലോ കത്തോലിക്സിലേക്ക് മാറുന്നുണ്ട്. അതും കൂടെ ചേർത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ തോമസ് സ്റ്റേൺസ് എലിയറ്റ് USA ജനിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് 1927 ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ USA നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ഒരു അമേരിക്കൻ ബോൺ ബ്രിട്ടീഷ് പോയറ്റ് ആണ് നമുക്ക് ഏലിയറ്റ് എന്ന് കാണാം. അദ്ദേഹം എന്തൊക്കെയായിരുന്നില്ല എന്നാണ് നമ്മൾ ഇനി ചോദിക്കേണ്ടി വരിക. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ഓക്സ്ഫോർഡിലുണ്ടായിരുന്നു, പാരീസിലുണ്ടായിരുന്നു. സോ നോബൽ പ്രൈസിൽ കിട്ടിയിട്ടുണ്ട്. നോബൽ പ്രൈസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 1948-ആണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു കുടുംബത്തിലാണ്. എഡ്യൂക്കേഷൻ, അതുപോലെ വെൽത്ത്, ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണയായിട്ട് സോഷ്യൽ പൊളിറ്റിക്സിൽ നോക്കുന്നത്. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഫ്രഞ്ച് സിംബലിസ്റ്റ് പോയറ്റ്സ് ലൈക്ക് ബോൾഡെയറോ ലഫോഗോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് ഇൻഫ്ലുവൻസ് ആവപ്പെടുന്നുണ്ട്. ശേഷം അദ്ദേഹത്തിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതത്രയും സക്സസ്ഫുൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ അൺഹാപ്പി വെഡിങ് ആയിരുന്നു. അതിനുശേഷം 1927 കൺവേർട്ടഡ് ടു ആംഗ്ലിക്കൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ബിക്കെയിം ബ്രിട്ടീഷ് സിറ്റിസൺ. അപ്പൊ ആംഗ്ലിക്കൻ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ 1927 വരികയും അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ട് ബ്രിട്ടനിലേക്ക് കുടിയേറുകയും ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ പോയറ്റ്, ക്രിട്ടിക്, അതുപോലെ തന്നെ ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അതുപോലെ ഫേബർ ആൻഡ് ഫേബർ എന്ന് പറയുന്ന പബ്ലിഷിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം ഈ ലിറ്ററേച്ചർ ആൻഡ് ക്രിറ്റിസിസം. അതുപോലെ മോഡേൺ പോയട്രിയിൽ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെ അധികമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് എലീറ്റിന്റെ പോയട്രിയിലുള്ള ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫ്രാഗ്മെന്റേഷൻ, മിത്ത് ആൻഡ് സിംബൽസ്, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, കോംപ്ലക്സ് അല്യൂഷൻസ്, ഓക്കെ, സ്പിരിച്വൽ എംപ്റ്റിനെസ്, അർബൻ ഇമേജറി, ഡ്രമാറ്റിക് മോണോലോഗ്, പെസിമിസം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉള്ളതാണ്. ഇത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, ഓരോ വാക്കും ഡീറ്റെയിൽ ചെയ്യണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അടുത്ത് അദ്ദേഹം പറയാറുണ്ട്. കാരണം അദ്ദേഹം എഴുതുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് പോസ്റ്റ് വാർ പീരീഡ്, ഡിസൊല്യൂഷൻമെന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ കണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴാണ് അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കവിത അതിന് മുൻപ് വന്നതാണെങ്കിൽ പോലും നമുക്ക് വേസ്റ്റ് ലാൻഡ് തൊട്ടിട്ടുള്ള ഇങ്ങോട്ടുള്ള കവിതകൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രാഗ്മെന്റേഷൻ, സ്പിരിച്വൽ എംപ്റ്റിനെസ്, എന്തിനു വേണ്ടി എഴുതുന്നു, എന്താണ് സ്പിരിറ്റ്, അവിടെ ഒരു ഫെയ്ത്ത് ഇല്ല, അവിടെ മോറൽ ഡീക്കേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡ്രമാറ്റിക് മോണോലോഗുകളാണ് അദ്ദേഹം എഴുതുന്നത്. ഒരാൾ നിന്ന് കഥാപ്രസംഗം പറയുന്നത് പോലെ കവിത പാടുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അത്രത്തോളം ഏലിയനേറ്റഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നാണ് ഒരാൾ ഇത് സംസാരിക്കുന്നത്. പിന്നെ പെസിമിസം നമുക്കറിയാം. കൾച്ചറൽ കൊളാപ്സ്, കൾച്ചറൽ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ കവിതകൾ ശേഷം കുറേയധികം വരുന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാത്തിലും ഒരു 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 ക്വസ്റ്റ്യൻ മാർക്കിൽ ഉപരിയായിട്ട് ഒരു അല്യൂഷൻസും കൂടെ കാണാൻ പറ്റും. എവിടെ നിന്നൊക്കെ എടുക്കുന്നു, റെഫറൻസുകൾ എടുക്കുന്നു എന്നുള്ളതെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട ഏരിയസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഡാന്റേനെ, ഷേക്സ്പിയറിനെ, ടെക്സ്റ്റുകൾ ഇപ്പൊ നമ്മുടെ വേസ്റ്റ് ലാൻഡിന്റെ ലാസ്റ്റ് എൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ ശാന്തി 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 എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നിർത്തുന്നത്. അപ്പോൾ അല്യൂഷൻസ് അദ്ദേഹം കുറെ എടുക്കുന്നുണ്ട്. അതുപോലെ മിത്തും സിംബൽസും കുറേയധികം എടുക്കുന്നുണ്ട്. അതായത് പഴയ ഗ്രീക്ക് മിത്തുകളെ, അതുപോലെ മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെ മുഴുവൻ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇമേജറീസ് അദ്ദേഹം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിവിഡായിട്ടുള്ള ഒരു വലിയ പോയട്രിയുടെ ഒരു പോയട്രി മാത്രമല്ല, ഒരു നോളജ് അദ്ദേഹത്തിന്റെ, വിസ്ഡം അദ്ദേഹത്തിന്റെ പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി മേജർ പോയംസ് നോക്കുകയാണെങ്കിൽ 1915 അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോയമായിട്ടുള്ള ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫ്രോക്ക് എന്ന് പറയുന്ന കവിത വരുന്നത്. അദ്ദേഹത്തിന്റെ മേജർ ഫസ്റ്റ് പോയമായിരുന്നു. ഇതും ഡ്രാമാറ്റിക് മോണോലോഗ് ആയിട്ടാണ് എഴുതുന്നത്. ഇതിന്റെ തുടക്കം ഞാൻ എന്നും പറയുന്ന പോലെ എന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ തുടക്കത്തിലെ വരി വളരെ ഇഷ്ടമാണ് എനിക്ക്. ബാക്കി എല്ലാ വരികളും ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്. അതിന്റെ തുടക്കത്തിലെ വരി വളരെ രസമാണ്. ലെറ്റ് us go then, you and I, when the evening is spread out against the sky like a patient etherized upon a table എന്ന് പറയുന്ന വരിയിലാണ് തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു ഏലിയനേറ്റഡ് മോഡേൺ മാനാണ്. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന, നമ്മൾ പറയാറുണ്ട് നമ്മൾ കളിച്ച് തിരിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട് നടക്കുന്നതെന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അതായത് ഏലിയറ്റിന്റെ കാര്യം മാത്രമല്ല, ആൽഫ്രഡ് ജെ പ്രൂഫ്രോക്ക് എന്ന് പറയുന്ന ഈ കവിതയിലെ ഈ ഒരു പ്രൊട്ടഗോണിസ്റ്റ്, അദ്ദേഹം ഏലിയനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു മാനാണ്. അപ്പൊ ലോൺലിനെസ് ആണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏലിയനേറ്റഡ് ആണ്. അതുപോലെ ഫിയർ ആണ്. എന്ത് ചെയ്യും, എന്താണ് ഇനിയുള്ള പുതിയ ലോകത്തിനുള്ള ഭാവി, അത് എന്റെ ഭാവിയും കൂടിയാണല്ലോ. ഇത് വരുന്നത് ഡാന്റെയുടെ ഒരു ഇൻഫ്ലുവൻസിൽ കൂടിയാണ്. അതുപോലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിൽ കൂടിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് ബാക്കിയുള്ള കുറെ നോവൽസിൽ നോക്കിയാലും സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വരിയാണ് ഡു ഐ ഡയർ ഡിസ്റ്റർബ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യിക്കാൻ ഞാൻ അത്രയും ധൈര്യശാലിയാണോ, അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ? ഐ ഹാവ് മെഷേർഡ് ഔട്ട് മൈ ലൈഫ് വിത്ത് കോഫി സ്പൂൺസ്. കോഫി സ്പൂൺസ് വെച്ച് അദ്ദേഹം അളന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കവിതയാണ്. അടുത്ത് ദ ഹോളോമാൻ. അതിനിടയിൽ വേസ്റ്റ് ലാൻഡ് വരുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ നോക്കുകയാണ്. ഹോളോമാൻ സ്പിരിച്വൽ എംപ്റ്റിനെസ് പറയുന്ന ഈ 1925 എഴുതിയ കവിത. ഹോളോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, സ്പിരിച്വൽ ആൻഡ് മോറൽ ഡീക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡെസ്പയർ, ഫെയിലിയർ, ഫിയർ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഹോളോ മെന്നാണ്. ഹോളോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എംപ്റ്റിനെസ് ആണ്. എംപ്റ്റി ആയിട്ടുള്ള പുരുഷന്മാരെ, അല്ലെങ്കിൽ പുരുഷൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, മനുഷ്യന്മാരെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട കവിതയാണ്. ആ ക്യാരക്ടറിന്റെ ഒരു ബേസ് ആണ് പുരുഷൻ എന്ന് പറയുന്നത്. അതുപോലെ ദിസ് ഈസ് ദ വേ ദ വേൾഡ് എൻഡ്സ്, നോട്ട് വിത്ത് എ ബാങ് ബട്ട് എ വിംപർ. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുള്ള ചോദിച്ചിട്ടുള്ള ഒരു വരിയാണിത്. ദിസ് ഈസ് ദ വേ ദ വേൾഡ് എൻഡ്സ്, നോട്ട് വിത്ത് എ ബാങ് ബട്ട് എ വിംപർ. ഒരു പൊട്ടിത്തെറിയിലൂടെ ആയിരിക്കില്ല ഈ ലോകം അവസാനിക്കുന്നത്, കുശുകുശുക്കലുകളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സ്വകാര്യം പറച്ചിലുകളിലൂടെ ആയിരിക്കും. ഓക്കെ, സോ പണ്ട് നമ്മളെല്ലാവരും കൂടി സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. ഞാനൊക്കെ മൊബൈൽ മാത്രം നോക്കുന്ന ഒരാളാണ്. നിങ്ങളും ചിലപ്പോൾ ആയിരിക്കും. നമുക്ക് കമ്പനി, ഇവിടെ കൂട്ടുകാരുടെ എണ്ണം കുറഞ്ഞു, നമ്മൾ വീട്ടുകാരായിട്ട് സംസാരിക്കുന്നില്ല. സോ ബട്ട് വിത്ത് എ വിംപർ, ഒരു ചെറിയ മുഴക്കത്തോടു കൂടി പോലും ഉണ്ടാവില്ല, ഞരക്കത്തോടു കൂടിയായിരിക്കും വേൾഡ് എൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പോലും മനുഷ്യന്മാരുടെ എംപ്റ്റിനെസ് മാറുന്നില്ല എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ആഷ്മാൻസ് ഡെത്ത്. 1930 ഈ കവിത വരുന്നത്. അദ്ദേഹത്തിന്റെ കൺവേർഷനോട് കൂടി, അല്ലെങ്കിൽ 1927 അദ്ദേഹം കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലാണ് ഇത് വരുന്നത്. ബിക്കോസ് ഐ ഡു നോട്ട് ഹോപ്പ് ടു ടേൺ അഗെയിൻ. ഞാൻ എൻ്റെ പഴയ മെത്തേഡിലേക്ക്, അല്ലെങ്കിൽ പഴയ റിലീജിയനിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത കവിത വരുന്നു 1922 ദ വേസ്റ്റ് ലാൻഡ്. ഇതിന് 5 സെഷൻസ് ആക്കിയിട്ട്, 5 സെഷൻസ് അല്ല 5 സെക്ഷൻസ് ആക്കിയിട്ടാണ് ഇതിൽ മാറ്റിയിട്ടുള്ളത്. ദ ബറിയൽ ഓഫ് ദ ഡെഡ്, എ ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ, വാട്ട് ദ തണ്ടർ സെഡ്. ഓക്കെ, സോ ബറിയൽ ഓഫ് ദ ഡെഡ്, ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സെർമൺ, അതുപോലെ തന്നെ ഡെത്ത് ബൈ വാട്ടർ,
വാട്ട് ദ തണ്ടർ സെഡ്. റൈറ്റ്. സ്പിരിച്വൽ എംപ്റ്റിനെസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ കേട്ടറ്റിൽ ഇതിൽ നിന്ന് ബേസ് ചെയ്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മിത്തിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ ടൈറേഷ്യാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഫ്രേസറിന്റെ, നമ്മൾ എഴുത്തുകാരനായിട്ടുള്ള ഫ്രേസറിന്റെ ദ ഗോൾഡൻ ബോ എന്ന് പറയുന്ന ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ ഡ്രോ ചെയ്യുന്നുണ്ട്. അതുമായിട്ടുള്ള കണക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിനെക്കുറിച്ച് ഉപനിഷത്തുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ബുദ്ധിസ്റ്റിന്റെ കൺസെപ്റ്റുകളെ കുറിച്ച് ഈ കവിതകളിൽ പറയുന്നുണ്ട്. ഗ്രീക്ക് മിത്തോളജികളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. എല്ലാം ഇതിൽ ട്രൈ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ തുടക്കത്തിലെ വരി നമുക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറയുന്നുണ്ട്. അടുത്ത വരി, ഒരു പ്രധാനപ്പെട്ട വരി, ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ്. ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ്. എന്ത് രസമുള്ള വരിയാണ്. ഇനി ഈ കവിത അവസാനിക്കുന്നത് ശാന്തി 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 എന്ന് പറയുന്ന വരികളിൽ വാട്ട് ദ തണ്ടർ സെഡ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഈ കവിത അവസാനിക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അദ്ദേഹത്തിന്റെ അടുത്ത കവിതയാണ് ഫോർ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോർ ക്വാർട്ടേഴ്സ് എലിയറ്റ്സ് ഫൈനൽ ഗ്രേറ്റ് പോയറ്റിക് അച്ചീവ്മെന്റ് എന്ന് പറയപ്പെടുന്നു. ഫിലോസഫിക്കലാണ്, റിലീജിയസ് മാസ്റ്റർ പീസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ഇനി അതിൽ 4 ഫോർ ക്വാർട്ടേഴ്സ് ആണല്ലോ, 4 സെക്ഷൻസ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബേൺ നോട്ടൺ, അതുപോലെ എക്സ്പ്ലോർസ് ടൈം, പാസ്റ്റ് പ്രസന്റ് ആൻഡ് ടൈംലെസ് മൊമെന്റ് എന്ന് പറയുന്ന ഐഡിയയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ബേൺ നോട്ടൺ. അടുത്തത് ഈസ്റ്റ് കൊക്കർ. അതിലെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്, ഇൻ മൈ ബിഗിനിങ് ഈസ് മൈ എൻഡ്. എൻ്റെ തുടക്കമാണ് എൻ്റെ അവസാനവും. രണ്ടും ഒന്നിച്ചാണ്. അതായത് ഏതൊരു മനുഷ്യനും ജനിച്ചാൽ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയും വേണമെങ്കിൽ ഇതിനെ കളിയാക്കാമെന്നല്ല, കണക്കാക്കാം. സോറി. അടുത്തത് ദ ഡ്രൈ സാൽവേജസ്, ഹ്യൂമൻ സഫറിങ്. അതുപോലെ സിംബലിസ്റ്റ് മൂവ്മെന്റിലുള്ള ഒരു കവിതയാണിത്. അടുത്തത് ലിറ്റിൽ ഗിഡിങ്. ഓക്കെ, സ്പിരിച്വൽ ഫയർ, റിഡംഷൻ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് കൺവേർഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കവിതയായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. എലിയറ്റ് ആസ് എ ക്രിട്ടിക്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, ഇതെല്ലാവരും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് 1919 ഇറങ്ങുന്നത്. ഇതിലൊരു പോയറ്റ് ഒരു ട്രഡീഷനുമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പോയട്രി ഈസ് നോട്ട് പേഴ്സണൽ ഇമോഷൻ, ഇറ്റ്സ് ആൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നു. ദ പോയറ്റ്സ് മൈൻഡ് ഈസ് ലൈക്ക് എ കാറ്റലിസ്റ്റ് ദാറ്റ് ട്രാൻസ്ഫോംസ് റോ ഇമോഷൻ ഇൻ ടു ആർട്ട്. ഇതിലാണ് കാറ്റലിസ്റ്റുമായി ബന്ധപ്പെടുത്തി നമ്മുടെ എലിയറ്റ് കണക്ഷൻസ് പറയുന്നത്. അതുപോലെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഇദ്ദേഹം പറയുന്നുണ്ട്. 1919 ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്നതിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷൻ കാണിക്കുകയാണെങ്കിൽ അത് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിലൂടെ കാണിക്കണമെന്നാണ് പറയുന്നത്. പണ്ട് മലയാള സിനിമയിലോ ഏതൊക്കെ സിനിമയിലൊക്കെ ഈ നായകനൊക്കെ കരഞ്ഞ്, അല്ലെങ്കിൽ നായിക അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷമിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തകരുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഈ തിരമാലകൾ കടലിന്റെ തീരത്തുള്ള കല്ലുകളിൽ അടിച്ച് തകരുന്നതായിട്ട് കാണിക്കും. ഇത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇമോഷൻ റീഡറിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഇത് അദ്ദേഹത്തിന്റെ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ വർക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് 1921 മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്നത് വരുന്നത്. അദ്ദേഹം പറയുന്നു 17ാമത്തെ സെഞ്ചുറിയോടുകൂടി തോട്ട് ആൻഡ് ഫീലിംഗ് എന്ന് പറയുന്നത് പോയട്രിയിൽ രണ്ടും രണ്ടായി മാറി എന്നാണ് പറയുന്നത്. അതായത് റൊമാൻറ്റിക് പോയറ്റുകളെ നോക്കിയാൽ നമുക്കറിയാം, അവരുടെ പോയറ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ, പോയറ്റിക് സ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഫീലിംഗും തോട്ടും ഒന്നാവുകയും അതിൽ നിന്നാണ് അവരുടെ പോയംസ് എഴുതുകയും ചെയ്യുന്നുണ്ടായിരുന്നത്. അതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ 17ാം സെഞ്ചുറിയിലൊക്കെ ഓക്കെ ഇങ്ങനത്തെയുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഇല്ലായിരുന്നു. 17ാമത്തെ സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1600 തൊട്ട് 1700 തുടക്കം വരെയുള്ള കാലഘട്ടത്തിൽ. എന്നാൽ ഡണ്ണിനെ പോലെയുള്ള അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഇതിനെ നന്നായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്താ, ഈ വർക്ക് തന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നാണ് ഇതിന്റെ ഈ ടോപ്പിക്കിന്റെ പേര്. മിൽട്ടൺ ഡ്രൈഡൻ
എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഇതിനെ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ പോയിട്ടില്ല. അതായത് തോട്ടം ഫീലിംഗ് രണ്ടായിട്ടാണ് ഇവര് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഡിവിഷനെ, ഈ രണ്ടും രണ്ടായി കണക്കാക്കുന്നതിന് ഏലിയറ്റിന് അത്രത്തോളം നന്നായിട്ട് കാണാൻ പറ്റിയിരുന്നില്ല. ഇതാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്രാമകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഡ്രാമാസ്, ഓക്കെ, ഡ്രാമയാണ് മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വർക്ക് അദ്ദേഹത്തിന്റെ. 1935 മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്നത് എഴുതുന്നത്. ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്ലേ ആയിട്ട് കണക്കാക്കുമ്പോൾ കാൻറ്റർബറി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. പോയറ്റിക് ഡ്രാമ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോയറ്റിക് ആയിട്ട് ഡ്രാമകൾ എഴുതുക, അതിന്റെ ലൈൻസിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മർഡർ ഇൻ ദ കത്തീഡ്രൽ ശ്രമിക്കുന്നത്. എന്നാൽ എന്താണ് ഇത് ബേസ് ചെയ്തിട്ടുള്ളത്? തോമസ്, അല്ലെങ്കിൽ സെന്റ് തോമസ് ബെക്കറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു സെയിന്റ്, അല്ലെങ്കിൽ ഒരു മോങ്ക്, അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് എക്സൈലിന് ശേഷം തിരിച്ചു വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രധാനമായിട്ടും എതിർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നതിൽ നിൽക്കുന്നത് കിങ് ഹെൻറീസ് ടു ആണ്. അപ്പോൾ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് ഇതിനൊക്കെ കാരണമായത്. അപ്പൊ തോമസ് ബെക്കറ്റ് തിരിച്ചു വരികയും അദ്ദേഹത്തെ 4 ടെംപ്റ്റേഴ്സ് കൂടി ടെംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അതിനുശേഷം 4 പടയാളികൾ വന്ന് കൊണ്ടുപോവുകയും അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്യുന്നതാണ് മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്ന ഈ ഒരു, എന്താ പറയാ, ഡ്രാമയുടെ പ്രധാനപ്പെട്ട ഐഡിയോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ തോമസ് ബെക്കറ്റ് അദ്ദേഹം പിന്നീട് വിശുദ്ധനായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം മാർട്ടർഡൈം ആണല്ലോ. അതുപോലെ സ്പിരിച്വൽ സാക്രിഫൈസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ചർച്ചും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു അടിപിടി, അല്ലെങ്കിൽ ഒരു കൊളീഷനാണ് ഇവിടെ കാണാൻ പറ്റുക. ടെംപ്റ്റേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഇന്നർ സ്ട്രഗിൾ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അദ്ദേഹം മൊറാലിറ്റി വിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് കൊല്ലപ്പെടും. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു കവിത ഞാൻ വായിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കിത് അറിയില്ലായിരുന്നു എന്താ ഉദ്ദേശിച്ചത്. കാരണം കുറെ സ്ഥലത്ത് കവിത പോലെ, അതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോയറ്റിക് സ്ട്രക്ചറിൽ ഇത് എഴുതുന്നുണ്ട്. കുറെ സ്ഥലങ്ങളിൽ ഡയലോഗ് ഉണ്ടായിരിക്കും, കുറെ സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ കാൻറ്റർബറി വിമൻ എന്ന് പറയുന്ന കോറസ് അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് ആ രീതിയിൽ ഒരു ലിറിക്കലായിട്ട്, ഒരു മ്യൂസിക്കൽ സെൻസോട് കൂടിയുള്ള കുറെ ലൈൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന് ശേഷം ഈ ടെംപ്റ്റേഴ്സ് വരുന്നു, അതുപോലെ നൈറ്റുകൾ വരുന്നു, അതുപോലെ തന്നെ സോൾജിയേഴ്സ് വരുന്നു, അതുപോലെ പിന്നീട് നമ്മുടെ ഈ തോമസ് ബെക്കറ്റ്, സെന്റ് തോമസ് ബെക്കറ്റിനെ കൊണ്ടുപോകുന്നു, കൊല്ലുന്നു എന്നൊക്കെ ഉള്ളതെന്ന് കാണാൻ പറ്റും. അപ്പൊ ഈ ഡയലോഗ് നടക്കുന്നതിന്റെ ഇടയിൽ ഇവിടെ ഈ കോറസും ലേഡീസ്, അല്ലെങ്കിൽ കാൻറ്റർബറി വുമൻ എന്ന് പറയുന്ന ക്യാരക്ടറിലുള്ള ആൾക്കാർ അത് പാടുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട വരികൾ, ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ട്രെസർ, ഹ്യൂമൻ കൈൻഡ് കനോട്ട് ബിയർ വെരി മച്ച് റിയാലിറ്റി. ഇതൊക്കെ അതിലെ പ്രധാനപ്പെട്ട വരികളാണ്. റൈറ്റ്. അപ്പോൾ ഇനി അടുത്ത ഒരു ഡ്രാമാറ്റിക്കൽ പ്ലേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ദ ഫാമിലി റീയൂണിയൻ, 1939 ഇത് എഴുതുന്നത്. ഗ്രീക്ക് ട്രാജഡിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത് വരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കോക്ടെയിൽ പാർട്ടി ഉണ്ട്. കോക്ടെയിൽ പാർട്ടി 1949 എഴുതുന്നത്. ഏറ്റവും കൂടുതൽ കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആയ പ്ലേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എഡ്വേർഡിന്റെയും ലവീനിയയുടെയും പേഴ്സണൽ ലൈഫ്, അതുപോലെ തന്നെ അവരുടെ മാരേജ് ട്രബിൾസ് ആണ് പറയുന്നത്. അതുപോലെ ദ കോൺഫിഡൻഷ്യൽ ക്ലർക്ക് എന്ന് പറയുന്ന ഒന്ന് എഴുതുന്നുണ്ട്. കുറച്ചും കൂടെ കൊമിക്കൽ ആയിട്ടുള്ള ഒരു വർക്കായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. 1953 ഇത് എഴുതുന്നത്. അതുപോലെ ദ എൽഡർ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു ഫൈനൽ മേജർ പ്ലേയും അദ്ദേഹം എഴുതുന്നുണ്ട്. പാസ്റ്റ് മിസ്റ്റേക്സ്, ഗിൽട്ടൊക്കെ കൂടിക്കലർന്നിട്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പ്ലേസ് എന്ന് പറയുമ്പോൾ ദ ഫാമിലി റിയൂണിയൻ 1939, കോക്ടെയിൽ പാർട്ടി 1949, ദ കോൺഫിഡൻഷ്യൽ ക്ലർക്ക് 1953, ദ എൽഡർ സ്റ്റേറ്റ്സ്മാൻ 1958. ഇത്രയും അദ്ദേഹത്തിന്റെ വർക്കുകളിൽ വരുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഒരു ടൈം ലൈൻ ജസ്റ്റ് നോക്കാം. 1988 USA ജനിക്കുന്നു. 1922 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് വേസ്റ്റ് ലാൻഡ് വരുന്നു. 1925 ഹോളോമാൻ വരുന്നു. 1927 ബ്രിട്ടീഷ് സിറ്റിസൺ ആവുന്നു. അതുപോലെ ആംഗ്ലിക്കനിസത്തിലേക്ക് മാറുന്നു. 1930 ആഷ് വെൻസ്ഡേ പുറത്തിറങ്ങുന്നു. 35 മർഡർ ഇൻ ദ കത്തീഡ്രൽ ഇറങ്ങുന്നു.
1943 ഫോർ ക്വാർട്ടേഴ്സ് ഇറങ്ങുന്നു. 1948 നോബൽ പ്രൈസ് കിട്ടുന്നു. 1965 അദ്ദേഹം ലണ്ടനിൽ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. സോ നത്തിങ് മോർ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക. പഠിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇൻഫർമേഷൻ, വിസ്ഡം, നോളജ് അന്വേഷിച്ചെടുക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സഹായിക്കുന്നത്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. നെറ്റ് പരീക്ഷ എത്താറായി. സെറ്റും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഐ നോ ദാറ്റ്. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് കവർ ചെയ്യണമെന്ന്, ഞാൻ കവർ ചെയ്ത് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. പരീക്ഷ ആകുമ്പോഴേക്കും നന്നായിട്ട് പഠിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സി.